എല്ലാവർക്കും നമസ്കാരം. JP മാർക്കറ്റ് വിങ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോയുടെ ലേണിംഗ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാനില്ല, വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറൻസി പെയറുകളെ കുറിച്ചാണ്. കറൻസി പെയർ എന്ന് പറയുമ്പോൾ ഫോറക്സ് മാർക്കറ്റിന്റെ ഫൗണ്ടേഷൻ തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇതറിയാതെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് ഫോറക്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോറക്സിൽ നമ്മൾ കറൻസികളെ പെയറുകളായിട്ടാണ് ട്രേഡിംഗ് ചെയ്യുക. അതായത് എ കറൻസി പെയർ ഈസ് എ പ്രൈസ് കൊട്ടേഷൻ ഫോർ ദ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് കറൻസീസ് ട്രേഡഡ് ഇൻ ദ എക്സ്ചേഞ്ച്. അതായത് രണ്ട് കറൻസീസിന്റെ പെയറുകളെ നമ്മൾ എക്സ്ചേഞ്ചിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പെയറുകളായിട്ട് ട്രേഡിംഗ് റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ കറൻസി പെയർ എന്ന് പറയുന്നത്. ഈ കറൻസി പെയറിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. യൂറോ പ്ലസ് USD ഈക്വൽ ടു യൂറോ USD. അതായത് രണ്ട് കറൻസികളാണ്. യൂറോ എന്ന് പറഞ്ഞ കറൻസിയും USD എന്ന് പറഞ്ഞ കറൻസിയും കൂടി ചേർന്നുകൊണ്ടാണ് യൂറോ USD എന്ന് പറഞ്ഞ കറൻസി പെയർ ആയിട്ട് നമുക്ക് ഫോറക്സ് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റാം. ഓക്കെ, ഇതിൽ ഈ യൂറോയുടെ സ്ഥാനം എന്താണെന്നും USDയുടെ സ്ഥാനം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. അത് സ്ഥാനം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ആ കറൻസി പെയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതായത് ഒരു കറൻസി പെയർ എന്ന് പറയുമ്പോൾ അതൊരു ബേസ് കറൻസി ഉണ്ടാവും, ഒരു കോഡ് കറൻസി ഉണ്ടാവും. ബേസ് കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കറൻസി പെയറിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഈ ഒരു കറൻസിയാണ് നമ്മൾ ബേസ് കറൻസി ആക്കി ഇടുക. കോഡ് കറൻസി എന്ന് പറയുമ്പോൾ രണ്ടാമത് രേഖപ്പെടുത്തുന്ന ഒരു കറൻസിയാണ് നമ്മൾ കോഡ് കറൻസി എന്ന് പറയാം. അങ്ങനെ ഈ ബേസ് കറൻസിയും കോഡ് കറൻസിയും കൂടി ചേരുമ്പോഴാണ് ഒരു കറൻസി പെയർ, അതായത് ഈ ഒരു കറൻസി പെയർ നമുക്ക് രൂപപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു കറൻസി പെയറിലോട്ട് നമ്മളൊരു ഓർഡർ കൊടുക്കുകയും ചെയ്യും. ഐ മീൻ ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അതായത് ഈ കറൻസി പെയറുകൾക്ക് ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസ് കറൻസിനെ അത് വാങ്ങുകയും കോഡ് കറൻസിനെ അത് വിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ഈ കറൻസികളുടെ ഇടയിൽ നടക്കുമ്പോഴാണ് നമുക്കൊരു ഓർഡർ എക്സിക്യൂഷൻ സംഭവിക്കുക. അതായത് നമ്മളൊരു ഓർഡർ കൊടുക്കുക, അത് സക്സസ്ഫുള്ളി മാർക്കറ്റിലോട്ട് പ്ലേസ് ആവാ നമ്മൾ പറയില്ലേ, അത് സംഭവിക്കുന്നത് ഈ ഒരു രീതിയിലൂടെയാണ്. അപ്പോൾ കറൻസിയുടെ ഡിഫറെന്റ് പെയറുകളായിട്ടാണ് നമുക്ക് ഫോറക്സ് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സ് കറൻസീസിലെ പെയറുകളെ കുറിച്ചാണ്. അതായത് ഈ എല്ലാ പെയറുകളെയും ഒരു ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് മേജർ കറൻസി, എക്സോട്ടിക് കറൻസി, മൈനർ കറൻസി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ മേജർ കറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള കൺട്രീസുകളുടെ കറൻസികളെ US ഡോളറായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് മേജർ കറൻസീസ്. ഇപ്പൊ എക്സോട്ടിക് കറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് വളർന്നു വരുന്ന കൺട്രീസിന്റെ കറൻസികളെ ഓൾറെഡി വളർന്ന് നിൽക്കുന്ന കൺട്രീസിലോ ഐ മീൻ മേജർ കൺട്രീസ്, ആ കൺട്രീസിന്റെ കറൻസികളായിട്ട് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് ഐ മീൻ ഒരു പെയറുകളാക്കിയിട്ട് ട്രേഡ് ചെയ്യാനാണ് എക്സോട്ടിക് കറൻസി എന്ന് പറയുക. പിന്നെ ഈ മൈനർ കറൻസി എന്ന് പറയുന്നത് US ഡോളറിനെ ഇൻക്ലൂഡ് അല്ലാതെ, അതായത് US ഡോളർ ഇല്ലാതെ ബാക്കിയുള്ള ചെറിയ കൺട്രീസിന്റെ കറൻസികളെ പെയറുകളാക്കി ട്രേഡ് ചെയ്യുന്നതിനാണ് മൈനർ കറൻസി എന്ന് പറയാം. ഇതിൽ വ്യത്യാസം എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മേജർ കറൻസീസ് നമുക്ക് നല്ല ലിക്വിഡിറ്റി ആയിരിക്കും, അതായത് ഹൈ വോളിയം ട്രേഡിംഗ് നടക്കുന്നതാണ് മേജർ കറൻസീസ്. മേജർ കറൻസീസ് നമുക്ക് പൊതുവായിട്ട് 7 പെയറുകളായിട്ടാണ് കാണാൻ പറ്റുക. അതുപോലെ എക്സോട്ടിക് കറൻസിയിലും മൈനർ കറൻസിയിലും നമുക്ക് ഒരുപാട് കറൻസി പെയറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് 3 കാറ്റഗറി വൈസ് നമ്മൾ കറൻസി പെയറുകൾ തരം തിരിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, US ഡോളർ നിങ്ങൾക്ക് അധികമായിട്ട് എല്ലാ പെയറിന്റെ ഒപ്പം നിങ്ങൾക്ക് ജോയിന്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് അധികം കറൻസി പെയറിന്റെ ഒപ്പം മേജർ കറൻസി പെയർ എന്ന് പറയുന്ന എല്ലാ കറൻസി പെയറിന്റെ ഒപ്പം നിങ്ങൾക്ക് US ഡോളറെ കാണാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ US ഡോളറിനെ ഒരു അംഗീകൃത കറൻസി ആയിട്ടാണ് വേൾഡ് മാർക്കറ്റിൽ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ US ഡോളറിനെ അതിൽ ചേർത്തുകൊണ്ട് തന്നെ അതിന് പ്രയോറിറ്റി കൊടുത്തതുകൊണ്ട് തന്നെ ഓരോ കറൻസികൾ അതിന്റെ ബേസ് കറൻസി ആയിട്ട് യൂസ് ചെയ്യാം. ഐ മീൻ ബേസ് കറൻസി ആയിട്ട് നമുക്ക് വേറെ ഏതൊരു രാജ്യത്തിന്റെ കൺട്രീസും യൂസ് ചെയ്യാം. ഐ മീൻ സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം തന്നെ USD-നെ ചേർക്കും. ഓക്കെ, അങ്ങനെ USD-നെ ചേർക്കുമ്പോഴാണ് യൂറോ USD, JPY USD, അങ്ങനെ USD-നെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ആ പെയറുകളെ മേജർ കറൻസി പെയറിന്റെ കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ കറൻസി, എക്സോട്ടിക് കറൻസി, മൈനർ കറൻസി ഉള്ളിൽ നമുക്ക് ഏതൊക്കെ കറൻസീസ് ആണ് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. മേജർ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 പെയറുകളാണ് വരിക. കണ്ടോ, ഏകദേശം 7 പെയറുകളാണ്. യൂറോ USD, JPY USD, GBP USD, CAD USD, AUD USD, NZD USD, CHF USD. ഓക്കെ, മേജർ കറൻസീസിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു 7 പെയറുകൾ നമുക്ക് ഫിക്സ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. എക്സോട്ടിക് കറൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സോട്ടിക് കറൻസിയുടെ ഡിഫറൻസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്താണ് എക്സോട്ടിക് കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് രാജ്യങ്ങളുടെ കറൻസികളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു ഏകദേശം 5 എക്സാമ്പിൾസ് ആണിത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എക്സോട്ടിക് കറൻസീസിൽ എങ്കിലും നമ്മൾ ചെറുതായിട്ടൊരു 5 എണ്ണത്തിന് ഇതിൽ ഡിസ്പ്ലേ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുപോലെ മൈനർ കറൻസീസ് നമുക്ക് ഒരുപാട് കൺട്രീസിന്റെ കറൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കൺട്രീസിന്റെ കറൻസികളെ ഇതുപോലെ പെയർ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൈനർ കറൻസി. അപ്പോൾ നിങ്ങൾക്ക് മേജർ, എക്സോട്ടിക്, മൈനർ ഇത് 3ഉം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ മേജർ കറൻസീസ് ആണ്. കാരണം അതിൽ നമുക്ക് നല്ല ലിക്വിഡിറ്റി ആയിരിക്കും. അതായത് മാക്സിമം നമുക്ക് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും വോളിയം ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലക്ച്വേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ചെയ്യാനായിട്ടുള്ള
ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൂടുതലും കിട്ടുന്നത് മേജർ കറൻസീസിലാണ്. എക്സോട്ടിക്കിലും മൈനറിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് മാനിപ്പുലേഷൻ കുറച്ച് കൂടുതലായിരിക്കും. എക്സോട്ടിക് തൊട്ട് നമുക്ക് മാനിപ്പുലേഷൻ കൂടുതലായിരിക്കും. മൈനർ കറൻസീസ് നമുക്ക് അറിയാമല്ലോ, അധികം എൻട്രീസുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻ്റെ അളവ് കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മാക്സിമം മേജർ കറൻസീസ് തന്നെ ചോയ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ എക്സോട്ടിക്കും മൈനറും നമ്മൾ സാധാരണ അവോയ്ഡ് ചെയ്ത് വെക്കാം. മെയിനായിട്ടുള്ള ഇത്രയും കറൻസി പെയർ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് മാക്സിമം ഫോക്കസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റൽസ് ആൻഡ് എനർജിയാണ്. അതായത് ഫോറക്സിൽ നമുക്ക് കറൻസി പെയർ കൂടാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വേറെ 2 കാറ്റഗറീസാണ് മെറ്റൽസും എനർജീസും. ഓക്കെ, മെറ്റൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോൾഡ്, സിൽവർ, കോപ്പർ അല്ലേ. അതുപോലെ ഫോറക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ കോഡ് വേർഡ് ഒക്കെ ആയിട്ടാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് നമുക്ക് സിൽവർ ഔൺസ് പറഞ്ഞാൽ XAG എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് സിൽവർ ഔൺസിൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. സിൽവർ ഔൺസിന് സെർച്ച് ചില സമയങ്ങളിൽ വരാറുണ്ട്, ചില ബ്രോക്കറിൽ വരാറുണ്ടെങ്കിൽ നിങ്ങൾ മേജറായിട്ട് നോക്കുകയാണെങ്കിൽ ഈ XAG, XAU, ഗോൾഡ്, XAL, അലുമിനിയം, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഡ് വൈസ് ആണ് നമ്മൾ സെർച്ച് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു കോഡ് അറിഞ്ഞിരുന്നത് വളരെ നല്ലതാണ് മെറ്റൽസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന 2 മെറ്റൽസ് എന്ന് പറഞ്ഞാൽ XAGയും XAU ആണ്. ഐ മീൻ ഗോൾഡും സിൽവറും ആണ്. ഗോൾഡും സിൽവറും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ലോ വോളിയത്തിലാണ് ട്രേഡ് ചെയ്യപ്പെടാം. എങ്കിലും സിൽവറും ഗോൾഡും നമുക്ക് ഹൈ വോളിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് നല്ല ലിക്വിഡിറ്റി ഉണ്ടാവും. ഐ മീൻ ബൈയിങ് സെല്ലിങ് നല്ല ഫാസ്റ്റ് ആയിട്ട് എൻട്രീസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഗോൾഡിൽ സിൽവറിനും കൂടുതലായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് എനർജീനെ കുറിച്ചാണ്. എനർജിയിൽ നമുക്ക് 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് US ഓയിൽ. US ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയില്ല, നമ്മൾ അത് തന്നെയാണ് US ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ XNG എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്. അതായത് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞ പേരിലാണ് ട്രേഡ് ചെയ്യുക. ബട്ട് ഇതിൽ XNG എന്നാണ് അതിൻ്റെ കോഡ് വേർഡ് യൂസ് ചെയ്യുക. ഓക്കെ, മെറ്റൽസും എനർജിയാണ് നമുക്ക് കറൻസികൾ കൂടാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന വേറെ 2 കാറ്റഗറി ഫോറക്സിൻ്റെ കേസിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസീസിൻ്റെ ലിസ്റ്റാണ്. ഓക്കെ, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് കറൻസികളുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 12 കറൻസികൾ മാത്രമേ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഒരുപാട് കറൻസി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കിട്ടും. ഈ 12 കറൻസിയിൽ നിന്ന് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നവർ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വളരെ എന്താ പറയുക, നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രേഡിംഗ് ആവും. ഐ മീൻ നമുക്ക് അറിയാലോ, ആ മാനിപ്പുലേഷനൊക്കെ നമുക്ക് കുറഞ്ഞ രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഈ കറൻസി. കാരണം ഇതിൽ അധികം വോളിയം ഉണ്ടാവും, ട്രേഡിംഗ് വോളിയം നമുക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ഒരു കറൻസികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മെയിൻ പെയറുകൾ എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന 7 കറൻസികളാണ് ബിറ്റ്കോയിൻ, എതേറിയം, ടേറ്റർ, സൊലാന, ഡോഗ് കോയിൻ, USD കോയിൻ, ഷിബ, ഇനു. അപ്പോൾ ഈ ഒരു 7 കറൻസീസ് വളരെ ഹൈ വോളിയത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസീസ് ആണ്. അതായത് നമ്മൾ ആ 12 എണ്ണം നമ്മൾ പോപ്പുലർ ആയിട്ട് എടുത്തില്ലേ, ആ 12 എണ്ണത്തിൽ നിന്ന് ഈ ഒരു എണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ഓരോ സെക്കൻഡുകളിലും നമുക്ക് പാസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഹൈ വോളിയം ഉള്ളതിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, മാനിപ്പുലേഷൻ നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അതർ കറൻസീസിനും ട്രേഡ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല, ബട്ട് അതിൽ മാനിപ്പുലേഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ടെക്നിക്കൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടെക്നിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് ചില സമയങ്ങളിൽ ഫെയിലിയർ ആയിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാ സമയത്തും സക്സസ് ആവുന്നില്ല എങ്കിലും ഫെയിലിയർ ആവുന്ന ഒരു റീസൺ അധികമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാനിപ്പുലേഷൻസ് നടക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസീസ് കുറച്ചും കൂടി സേഫ് കറൻസീസ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതായത് ഹൈ വോളിയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് അറിയപ്പെടുന്ന HMRനെ കുറിച്ചാണ്. HMR എന്ന് പറഞ്ഞാൽ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് ഷോർട്ട് ഫോമാണ് HMR. ഓക്കെ, ഈ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് നമുക്ക് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഹൈ വോളറ്റൈൽ ആയിരിക്കുമ്പോൾ. അതായത് ഈ വോളറ്റിലിറ്റി എപ്പോഴാണ് സംഭവിക്കുക, എന്തെങ്കിലും ഇവൻറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ന്യൂസും കാര്യങ്ങളും ഫണ്ടമെൻ്റലി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മാർക്കറ്റ് ഭയങ്കര ഡിസ്റ്റർബ് ആവുമല്ലോ. അപ്പം നമുക്ക് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്കൽ കാൽക്കുലേഷനേക്കാളും അതിനെ മറികടന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വാർണിംഗ് എന്നുള്ള നിലയിൽ നമുക്ക് എന്താ പറയുക, ബ്രോക്കർ അപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് HMR എന്ന് പറയുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ് കാണിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, സാധാരണ നമ്മൾ യൂസ് ചെയ്യണ മാർജിൻ, ഓക്കെ, ആ മാർജിനേക്കാളും കൂടുതൽ മാർജിൻ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വേണ്ടതാണ് എന്ന് ഇവർ കാണിക്കും. നിങ്ങളൊരു 10,000 റുപ്പീസാണ് നോർമലായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് വരുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹൈ മാർജിൻ ഏരിയ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഈ 10,000 റുപ്പീസിനെ നിങ്ങളൊരു 10x ഇട്ട് ട്രേഡ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം വരുന്ന ആ ഒരു വോളിയം, ഐ മീൻ ട്രേഡിംഗ് വോളിയത്തിനേക്കാളും അപേക്ഷിച്ച് ഈ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് വരുന്ന ഏരിയകളിൽ നിങ്ങൾക്ക് 10x യൂസ് ചെയ്യാൻ പറ്റില്ല. 10x ലിവറേജ് യൂസ് ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ 5x അല്ലെങ്കിൽ 2x ലിവറേജ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിവറേജിൻ്റെ യൂസേജിലും ബ്രോക്കർ റെസ്ട്രിക്ഷൻ വയ്ക്കും ഈ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് വരുമ്പോൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ബ്രോക്കർ സൈറ്റിലും ഇത് നിങ്ങൾക്ക് സാധാരണ ട്രേഡിംഗിൻ്റെ അപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റില്ല. ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രോക്കർ സൈറ്റ് ഏതാണോ അതിലാണ് നിങ്ങൾക്ക് കൂടുതലും ഇതിൻ്റെ
അപ്ഡേറ്റുകൾ കാണാൻ പറ്റുക. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധാരണ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ നോർമലാണ്, ഇവിടെ ഹൈ മാർജിൻ റിക്വയർമെൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഈ റെഡ് കളറിലോട്ട് മാർക്കറ്റ് എൻട്രി ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഒരു 3 ലൈൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ ഹെഡറുകളിലും, അതായത് ഇപ്പോൾ യൂറോ USD ആവട്ടെ, ഗോൾഡ് ആയോട്ടെ, US ഓയിൽ ആവട്ടെ, GBP USD ആവട്ടെ, നാച്ചുറൽ ഗ്യാസ് ആവട്ടെ, എന്തായിക്കോട്ടെ, ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു 3 റെഡ് കളർ ലൈനുകൾ കാണാൻ പറ്റും. അങ്ങനെ ഈ റെഡ് കളർ ലൈനുകൾ വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, US ഓയിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഈ റെഡ് കളർ കണ്ടോ, ഈ റെഡ് കളറാണ് ഈ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഡ് കളറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ US ഓയിലിന് ഹൈ മാർജിൻ റിക്വയർമെൻറ്റിൻ്റെ ഒരു സൈനോടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഹൈ മാർജിൻ റിക്വയർമെൻറ്റ് വരുന്നത് മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പെയർ ആയിട്ടുള്ള ക്വാഡ് കറൻസിയിലോട്ടാണ്. അത് ക്വാഡ് കറൻസി എന്ന് അറിയാലോ നിങ്ങൾക്ക്, ഏതൊരു സംഭവത്തെയും പെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ക്വാഡ് കറൻസിയിലോട്ടാണ് അത് എഫക്റ്റ് ചെയ്യപ്പെടുക, അധികം എഫക്റ്റ് ചെയ്യപ്പെടുക. ഐ മീൻ ഫണ്ടമെൻ്റൽ അപ്ഡേറ്റുകളായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ലിക്വിഡിറ്റിക്ക് ചാൻസസ് തരുന്ന ഏതൊരു അപ്ഡേറ്റുകളായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് ഹൈ മാർജിൻ റിക്വയർമെൻ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ ബ്രോക്കർ സൈറ്റുകൾ അതിനെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ഹൈ മാർജിൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് നമ്മൾ ചെറിയ മാർജിനിൽ നമുക്ക് അധികം ലോട്ടുകൾ വാങ്ങാനായിട്ട് പറ്റില്ല. ചെറിയ മാർജിനിൽ നമുക്ക് ചെറിയ ലോട്ടുകൾ ഒരു പരിമിതിപ്പെടുത്തി ലിമിറ്റേഷൻ വെച്ചിട്ടായിരിക്കാം നമുക്ക് അവിടെ ബൈയിങ് സെല്ലിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഫോറക്സ് ലേണിംഗ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ലേണിംഗ് പാർട്ടായിട്ടുള്ള വീഡിയോയിലാണ് ബാക്കിയുള്ള ഫോറക്സിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ടേമുകളും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും നിങ്ങൾക്ക് മനസ്സിലായത് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് ഫോറക്സിൻ്റെ അറൗണ്ട് 80% നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 20% കിട്ടിക്കഴിഞ്ഞാൽ ഫോറക്സ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേണിംഗ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് പാർട്ട് 3 കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ നമുക്ക് പാർട്ട് 3 കാണാം. താങ്ക്